നിങ്ങൾ ബീഫ് വിന്താലും പോർക്ക് വിന്താലും ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. നമുക്ക് മട്ടൻ വിന്താലും ഒന്ന് ട്രൈ ചെയ്താലോ? ബാ. ആദ്യമേ തന്നെ ഒരു പാനിൽ വറ്റൽമുളക്, മല്ലി, കുരുമുളക്, കടുക്, ഉലുവ, പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ എടുത്ത് മാറ്റി വയ്ക്കാം. മറ്റൊരു പാത്രത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും റെഡിയാക്കി വയ്ക്കാം. ഇന്ന് മുരിങ്ങയുടെ തൊലി കിട്ടുമെങ്കിൽ അത് സംഘടിപ്പിച്ച് വയ്ക്കാം. അതിനുശേഷം ആദ്യം എടുത്ത സ്പൈസസ് എല്ലാം നമുക്കൊന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കാം. പാനിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി വഴറ്റിയെടുക്കാം. കൂടാതെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് തന്നെ മുരിങ്ങത്തൊലി, അതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മുരിങ്ങത്തൊലിയും കൂടി ആഡ് ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുരിങ്ങത്തൊലിയും കൂടി ഇട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനുശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. എല്ലോടുകൂടി നെയ്യൊക്കെയുള്ള മട്ടനാണ്. അതിലോട്ട് നമ്മുടെ ഈ അരപ്പ് ശരിക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇത് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രുചിയായിരിക്കും. അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കാം. അതിനുശേഷം നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് ചൂടാക്കാം. അതിലൊക്കെ ഒരു 2 സവാള, വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ അടികട്ടിയുള്ള പാത്രം എടുത്തത് നമ്മൾ ഈ ചട്ടിയിലിട്ട് തന്നെയാണ് നമ്മുടെ മട്ടൺ വേവിക്കാൻ പോകുന്നത്. എന്നാലേ ആ രുചി നമുക്ക് കിട്ടുള്ളൂ. കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും രുചി കിട്ടിയെന്ന് വരില്ല. അതിനുശേഷം നമുക്ക് സവാള വഴന്ന് കഴിയുമ്പോൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സിമ്മിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണേ. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഇളക്കാം. ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ മട്ടൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന മട്ടനാണ്, ഓവർനൈറ്റ് വെച്ചിരിക്കുന്ന മട്ടനാണ്. നമുക്കത് നമ്മുടെ ചട്ടിയിലോട്ട് ആഡ് ചെയ്യാം. ഒരു 1.5 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്താണ് ഞാൻ എടുത്തത്. അപ്പോൾ അങ്ങനെ പതിയെ സമയമെടുത്ത് ചെയ്താലേ ആ രുചി നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റ് ഇടവിട്ട് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തു. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ നല്ലോണം വരട്ടിയെടുക്കണമെങ്കിൽ വരട്ടിയെടുക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറായിരിക്കും.